നമസ്കാരം. ടോം സക്കറിയയുടെ 20 അടി വലുപ്പത്തിലുള്ള കുരിശിൽ തട്ടി മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന് അന്ത്യം. കയ്യേറ്റക്കാരുടെ കത്തിമുനയെ അവഗണിച്ച് 4.5 കിലോമീറ്റർ മലമുകളിൽ നടന്നെത്തി കുരിശിന്റെ മറവിലെ കയ്യേറ്റത്തിന് ചുട്ട മറുപടി കൊടുത്ത ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന്റെ ചുണക്കുട്ടികൾക്ക് കയ്യടിയല്ല മുഖ്യമന്ത്രി നൽകിയത്. തോളിൽ തട്ടുന്നതിന് പകരം വിശ്വാസികളെ വേദനിപ്പിച്ചെന്ന കുറ്റം ചാർത്തൽ. ഇനി പട്ടയം നൽകിയിട്ട് മതി കയ്യേറ്റക്കാരെ തൊടാനെന്ന് ഉഗ്രശാസന. വിശ്വാസികൾ എന്ന പേരിൽ കയ്യൂക്ക് കാട്ടാനെത്തിയവരെ സധൈര്യം നേരിടാൻ 100 പോലീസുകാർ ഉണ്ടായിട്ടും പോലീസിനെ അറിയിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ആരോട് ചോദിച്ചിട്ടാണ് കുരിശ് തകർത്തതെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം LDFന് തള്ളാൻ കഴിഞ്ഞില്ല. കയ്യേറ്റത്തിന് കുരിശ് മറയാക്കരുതെന്ന് ആലഞ്ചേരി പിതാവും താമരശ്ശേരി പിതാവും അങ്കമാലി സഹായമെത്രാനും ബഹുമാന്യനായ ആൻഡ്രൂസ് താഴത്തും വിളിച്ചു പറഞ്ഞെങ്കിലും ആ വാക്കിനൊപ്പമുള്ള ഒളിയമ്പ് കുരിശാകുമെന്നാണോ പിണറായി വിജയൻ പേടിക്കുന്നത്? കുരിശ് തകർത്തത് വിശ്വാസികളെ വേദനിപ്പിച്ചു. ഇതാണ് സഭാ മേലധ്യക്ഷന്മാരുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി അത് ഏറ്റുപാടുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും, എന്നാൽ പാവപ്പെട്ട കുടിയേറ്റക്കാരെ സംരക്ഷിക്കും. ഈ പല്ലവി ഇനി പിണറായി വിജയൻ ആവർത്തിച്ച് പറയാതിരുന്നാൽ നല്ലത്. കുരിശ് കാട്ടി മുഖ്യമന്ത്രിയെ പേടിപ്പിച്ച ടോം സക്കറിയുടെ വെള്ളൂക്കുന്നേൽ കുടുംബം ഇനി ദൈവ വഴിയെ സഞ്ചരിക്കുന്ന പാവം കുടിയേറ്റക്കാരാണ്. കയ്യേറ്റക്കാർ ആരൊക്കെയെന്ന് ഇനി മന്ത്രി MM മണിയും ദേവികുളം MLAയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും കാട്ടിക്കൊടുക്കും. സ്വർഗത്തിലെ മുത്തിൻ്റെയും കൂട്ടരുടെയും കുരിശ് കൃഷിക്ക് ഓശാന പാടുന്ന പിണറായി വിജയൻ ഒന്നോർക്കുക, ഈ കുരിശിറക്കി വയ്ക്കാൻ താങ്കൾ പാടുപെടും. കുരിശിൽ തട്ടി മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ തൽക്കാലം നിർത്തിവെക്കാനുള്ള LDF തീരുമാനം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. പിണറായി ഭരണത്തിൽ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാവി ഇന്നത്തോടെ അവസാനിക്കുകയല്ലേ? മൂന്നാറിൽ ഇടുക്കി CPMന്റെ വാക്കാണോ മുഖ്യമന്ത്രിയുടെ അവസാന വാക്ക്? ആത്മീയ ടൂറിസം കച്ചവടക്കാരെ വെള്ളപൂശുന്ന മുഖ്യമന്ത്രി ഏത് കയ്യേറ്റമാണ് ഇനി ഒഴിപ്പിക്കുമെന്ന് പറയുന്നത്? 2000 ഏക്കറിലേറെ വെട്ടിച്ച ടോം സക്കറിയ വെറും കുടിയേറ്റക്കാരനാകുന്നത് കേരളം നോക്കി നിൽക്കണോ? കയ്യേറ്റക്കാരുടെ കുരിശ് തകർത്തതിൽ മുഖ്യമന്ത്രിയുടെ വേദന UDF എന്തിന് പങ്കിടുന്നു? കുരിശ് ആയുധമാക്കിയവരുടെ മുന്നിൽ മുട്ടുമടക്കിയ മുഖ്യമന്ത്രിയെ തിരുത്താൻ ഇനി CPIക്ക് കഴിയുമോ? ഈ ചർച്ചയിൽ CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു, കോൺഗ്രസ് വക്താവ് ജോസഫ് വാഴക്കൻ, BJP ജനറൽ സെക്രട്ടറി MT രമേശ്, VS അച്യുതാനന്ദന്റെ മുൻ IT ഉപദേഷ്ടാവും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോസഫ് C മാത്യു, സീറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ മാത്യു ചന്ദ്രംകുന്നേൽ എന്നിവർ ചേരുന്നു. ഒപ്പം ദേവികുളം MLA S രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിലും. കുരിശിൽ തട്ടി തീരുകയല്ലേ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആദ്യം ഒരു ചെറിയ ഇടവേള.